വെള്ളൂരിലെ ക്ഷീര കർഷകരുടെ പാല് സംഭരിക്കുവാൻ മാർഗമില്ലാതിരുന്ന കാലത്തൊരു ബദൽ എന്നുള്ള നിലയിലാണ് ഈ സ്ഥാപനം ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതും ഏറെ സന്തോഷകരമായ കാര്യമാണ്. ക്ഷീരസംഭരണം മാത്രമല്ല, സംസ്കരണവും വിപണനവും ഈ ബദൽ സംരംഭത്തെ ഏറെ ശക്തിപ്പെടുത്തി. അതാണ് ജനതയുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുന്നത്. കൂടെ നിർത്തി വളർത്തിയെടുത്ത സ്ഥാപനമാണ് ജനത എന്നുള്ളത് നമുക്കറിയാം. 50 ലിറ്റർ പാലിൽ നിന്നും 50,000 ലിറ്റർ പാല് കൈകാര്യം ചെയ്യുന്ന കാർഷിക സംരംഭമായി ജനത വികസിച്ചു കഴിഞ്ഞു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. 50 ജീവനക്കാർ, 2000 ക്ഷീര കർഷകർ, 5000-മായി നിരവധി പേർ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ നേട്ടം. ഞാനിതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഐസ്ക്രീം പ്ലാന്റ് നേരിട്ട് കാണുന്നത്. ഒരു ഐസ്ക്രീം ഉണ്ടാക്കികൾ സ്വീകരിച്ച് ഏതൊക്കെ വഴികളിലൂടെ പോകണം